പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്ന് അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, അവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവെ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയോട് മാധ്യസ്ഥേൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകര്, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള്, കോളേജിൽ പോകുന്നവര്, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങള് പരിശുദ്ധ ദേവമാതാവിന് ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവര്, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവദുരസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകള്, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താല് ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങള് ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിന്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. Infuse your spirit of power and grace. Thank you, Jesus. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയത്തെ അമലോത്ഭവം എന്ന് വിളിക്കുമ്പോൾ 1000 ആശയങ്ങളോട് കൂടിയാണ്. അതിൻ്റെ ഒരു മാംസധാരണമാണ് അമലോത്ഭവം എന്ന് പറയുന്ന ഒരു മൗലിക ആശയം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കാര്യം വെച്ചാൽ ഈ ക്രിസ്തുവാകുന്ന വചനത്തെ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ മറിയാം അത് കൺസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ്. അതാണ് കഴിവെന്ന് നമ്മൾ പറഞ്ഞത്. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്ന് പറഞ്ഞില്ലേ, മറിയത്തിൻ്റെ അമലോത്ഭവം മറിയത്തിൻ്റെ കഴിവനുസരിച്ച് ദൈവം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ മറിയത്തോട് ഡിവൈഡ് ചെയ്തിട്ട് ദൈവം പ്രത്യേക ഒരു ദാനം കൊടുത്തതിനേക്കാൾ ഉപരി ആ ദാനം ഗ്രേസ് ഇഷ്ടപ്പോൻ നേച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ നേച്ചർ മറിയത്തിനുണ്ട്. അതാണ് അതിനെ കഴിവെന്ന് പറയുന്നത്. വചനമായിട്ട് മനസ്സിലാക്കാനും വചനം വളർത്തിക്കൊണ്ടുവരാനുള്ള മനോഭാവങ്ങൾ, നിലപാടുകൾ, നയങ്ങൾ, സമീപനങ്ങൾ, പ്രതികരണങ്ങൾ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു ഫേവറബിൾ കൾച്ചർ മറിയം ആദ്യം മൂലം കീപ്പ് ചെയ്തിരുന്നതിൻ്റെ പേരിലാണ് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയണത്. പിന്നെ മറിയത്തെക്കുറിച്ച് പറയണത്, മറിയം അതായത് യാക്കോബിന്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അത് മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ലൂക്ക 1:32-33 അവൻ വലിയവനായിരിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ, യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ലൂക്ക 1:33 അത് ഈ യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഞാനൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നത്, ഈ യോഹന്നാൻ എന്നെ കുറെ വഴിതെറ്റിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് പുനരുദ്ധാനത്തിന് പ്രഥമ സാക്ഷി മേരി മാഗ്ഡലൻ അല്ലേ? അപ്പൊ ഞാനും കഴിഞ്ഞ ഇടയ്ക്ക് വരെ വിശ്വസിച്ചിരുന്നത് പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി മേരി മാഗ്ഡലൻ എന്നാണ്. പക്ഷെ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി പുനരുദ്ധാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാണ്. പുനരുദ്ധാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാരാണ്? മറിയം. അല്ല പിന്നെ ആരാണ്? പരിശുദ്ധ അമ്മയല്ലേ. അമ്മ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ബോഡി ഇറക്കി മടി കിടത്തിയതിന് ശേഷം, കല്ലറയിൽ വെച്ചടക്കിയതിന് ശേഷം പിന്നെ മറിയം പിക്ചറിലില്ല, പിന്നെ ഒരിടത്തുമേ ഇല്ല മറിയം. പിന്നെ അപ്പോസ്തലന്മാരെ കൂട്ടായ്മയിലെ മറിയത്തെ കാണത്തുള്ളൂ. അതിനുള്ളിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം മറിയം തന്നെയാണ് സാക്ഷി. എന്താ കാര്യം? മറിയം പിന്നീട് ഏറ്റവും വലിയ ഹൃദയത്തിൽ സംഗ്രഹിക്കലിൻ്റെ കാലഘട്ടമാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മറിയത്തിൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയിൽ എടുത്ത ആ 3 ദിവസമില്ലേ, അതാണ് മറിയത്തിൻ്റെ അവസാന ഹൃദയത്തെ സംഗ്രഹിപ്പ്. എന്താ സംഗ്രഹിച്ചത്? മറിയത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? മംഗളവാർത്ത സമയത്ത് എന്താ മംഗളവാർത്ത? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അതാണ് മറിയം ഈ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത്. സംഗ്രഹിക്കുക മാത്രമല്ല,
അത് മറിയത്തെ കണ്ടപ്പോഴേ എഡിറ്റ് ചെയ്യാതെ എലിസബത്ത് പറയും, മേരി, നീ മേരിയല്ല, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അരുളി ചെയ്ത അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ രാജാവ്, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് നീ. എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് പറയണ എന്താണെന്നറിയാമോ? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ, കുരിശുമരണത്തിന്റെ അപ്പുറത്ത് അവന്റെ തിരുവുത്ഥാനത്തെ കുറിച്ച് കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ, അത് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെങ്കിൽ നീയാണ് പുനരുത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷി. അമ്മയുടെ അമലോത്ഭവം അമ്മയെ പുനരുത്ഥാനത്തിന് പ്രഥമ സാക്ഷിയായി ഉയർത്തുന്നതും തിരുവുത്ഥാനവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് ജഡികമായ യാതൊരു വിഷയങ്ങളുമില്ല, എല്ലാം ആധ്യാത്മിക വിഷയങ്ങളാണ്. ആധ്യാത്മിക പ്രസരിപ്പിലും അതുപോലെ തന്നെ ആധ്യാത്മിക സൂര്യ തേജസ്സിലും നിഴലില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് അമലോത്ഭവം. നിഴൽ വീശാത്തത്, ജഡത്തിൻ്റെ നിഴൽ വീശാത്ത സൂര്യ തേജസ്സായി സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ, 12 നക്ഷത്രങ്ങളുടെ കിരീടം ചൂടിയ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായി വിരാജിക്കപ്പെടുന്ന പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാള് ആഘോഷിക്കുന്ന ദിവസം കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ, ഇരുളടഞ്ഞ ജീവിതത്തെ പ്രഭാപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. മലയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ പേര് അംബിക. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ മാസം 13-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് 18 വയസ്സ് മുതൽ ഒരു തലവേദനയായിരുന്നു. ആ തലവേദന, എനിക്കിപ്പം വയസ്സ് 60ആയി. ഞാൻ അനേക അമ്പലങ്ങളിലൊക്കെ പോയി ഒക്കെ നേർച്ചകളൊക്കെ ചെയ്തിട്ടും എനിക്ക് കുറഞ്ഞില്ല. എന്നാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലമൊക്കെയും പുരട്ടി ഇപ്പോൾ എനിക്ക് തലവേദന പൂർണ്ണമായി മാറി. 42 വർഷം കൊണ്ടുള്ള തലവേദനയായിരുന്നു, എനിക്കത് പൂർണ്ണമായി മാറ്റി കിട്ടി. അത് കഴിഞ്ഞ് തലവേദനയ്ക്കിപ്പം ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ വലത് മൂക്കിൻ്റെ സ്ഥലത്ത് ഒരു ചത വളരെയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു സ്കാനിങ് ചെയ്ത് അത് റിപ്പോർട്ട് കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനെന്നാൽ പോയില്ല. അന്ന് തന്ന മരുന്നും കൊണ്ട് ഞാൻ വീട്ടിൽ പോയി. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെയാണ് ഞാൻ വീടോടെ ഒരിടത്ത് ജോലിക്ക് നിൽക്കുകയാണ്. എനിക്ക് അവിടുന്ന് ഒരു ഫോൺ തന്നു. അതിൽ കൂടിയാണ് ഞാൻ അമ്മയെ അറിഞ്ഞതും എനിക്ക് പത്രങ്ങൾ കിട്ടിയതും. ഞാൻ ഒറ്റയ്ക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ട് വന്നത്. എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എന്നെ തക്ക സമയം വന്നു ചേർന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഒറ്റയ്ക്ക് സമയത്തിന് വീട്ടിലെത്തുകയും ചെയ്തു. എനിക്ക് ആ മൂക്കിൻ്റെ വേദന വളരെയേറെ വിഷമായിരുന്നു. ഞാൻ ചുമച്ച് തുപ്പുന്നതൊക്കെയും രക്തമായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല ദൈവമേ, എൻ്റെ അമ്മ ഇതെനിക്ക് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്ക് ഒരു സൈഡ് മൊത്തം വേദനയായിരുന്നു. ഞാൻ വിചാരിച്ചു പല്ല് വേദനയാണെന്ന് പറഞ്ഞ് ഞാൻ 1 പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, 3 പല്ലെടുത്തു. എന്നിട്ട് എനിക്ക് ഈ സൈഡിലെ വേദന പോയില്ല. ഒരു ദിവസം രാത്രി 2 മണിക്ക് ഞാൻ അഴിച്ചിരുന്ന് കണ്ണീരോടെ വീട്ടോടെയും കാണാതെ ഞാൻ പ്രാർത്ഥിച്ച്, ദൈവമേ, ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീടാണ്, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഈ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് മുട്ടുമേലിൽ നിന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയിലൊരു
കട്ടി വരും പോലെ എനിക്ക് തോന്നി. ഞാൻ ബാത്റൂമിൽ പോയി കയ്യിലത് തുപ്പി നോക്കിയപ്പോൾ ഇത്രയുള്ള ഒരു കട്ടി എൻ്റെ കയ്യിൽ ഞാൻ തുപ്പി നോക്കി. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു, ദൈവമേ ആ കട്ടി എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും അറിഞ്ഞൂടില്ലെങ്കിൽ ഞാൻ ഫോണിലിട്ട് ഞാൻ കാണിച്ചു തന്നതായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മൂക്കിൻ്റെ അടപ്പൊക്കെ മാറി, ആ രക്തം തുപ്പണതെല്ലാം മാറി, എല്ലാം പൂർണ്ണമായി, തലവേദനയും മാറി, എൻ്റെ മൂക്കിൻ്റെ അടവും മാറി. അത് കഴിഞ്ഞ് എൻ്റെ ഈ ചെവിയിൽ ഇവിടുന്ന് ഒരു ചെറുതായിട്ടൊരു കഴല വളർന്നു വരികയായിരുന്നു. എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മ ക്യാൻസർ ഇനിയെന്ന് അറിഞ്ഞൂടാ, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അവയവത്തിൽ എന്ത് ഉണ്ടെന്ന് ദൈവം അറിയാതെ വരികയില്ല. ഞാൻ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു. ഞാൻ അനേക അമ്പലങ്ങളിൽ പോയി നേർച്ചയിട്ടിട്ട് മാറാത്ത സൂക്കേട് എൻ്റെ ദൈവം എനിക്ക് മാറ്റി തന്നു. ഇത് മാറുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. എന്നാൽ ഒരു സൈഡിലൊക്കെയും മാറി, ഇനി ശകലേ ഉള്ളൂ, അതും എൻ്റെ അമ്മ പൂർണ്ണമായി മാറ്റുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവത്തിന് നമസ്തേ. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എൻ്റെ പേര് പരമേശ്വരൻ. ഞാൻ അങ്കമാലി കുത്തിയതോട് ഇടവകയിൽ വരുന്നു. ഞാൻ ഉടമ്പടി 2022 വന്ന് ഉടമ്പടി വെച്ചതാണ്. ഉടമ്പടി വെച്ചത് ഒന്നാമത്തെ കാര്യം എൻ്റെ മകൻ്റെ കാര്യമാണ്. അവൻ 12 വയസ്സിൽ അവന് മൂത്ര തടസ്സമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു. അത് 12 വയസ്സായപ്പോൾ ഞാൻ കാരത്തുകുഴി എന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി. അവന് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും ബുദ്ധിമുട്ടായി തുടങ്ങി. അത് കഴിഞ്ഞ് 25 വയസ്സിൽ ഇവന് വന്നിട്ട് ലിസി കൊണ്ടുപോയി. ലിസിക്ക് പോയി അവിടെ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് ഒരു 3 മാസത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അവന് മൂത്രനാളം അടയണ സംഭവമായി. ഇപ്പോൾ 2022 ജൂണിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടണം. അച്ഛൻ എനിക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ വളരെ സന്തോഷമായി, അവന് ഒരു തടസ്സവുമില്ല എന്നാണ് അവൻ അവിടുന്ന് ഗൾഫിൽ നിന്ന് വിളിച്ച് പറയണേ. അമ്മയുടെ അടുത്ത് വന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ഒരു നിയോഗമാണ് അമ്മ ഇത്. അമ്മ എത്രയും വേഗം ഈ സംഭവം അമ്മ മാറ്റിക്കളഞ്ഞ്. ഡോക്ടർമാർ അവന് ട്യൂബ് ഇടാനായിട്ട് നാണമായിട്ട് അവന് ഇടാറില്ല. ഞാൻ ഇവിടുന്ന് ട്യൂബ് മേടിച്ച് ഗൾഫിലേക്ക് അബുദാബിയിലേക്ക് അയച്ചു കൊടുത്ത് എൻ്റെ മോന് ബുദ്ധിമുട്ടുണ്ടായിട്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ഞാൻ ഇത് മോൻ്റെ നിയോഗം വെച്ച് 3-ാം മാസത്തിനുള്ളിൽ അവൻ പറഞ്ഞ് 2-ാം മാസത്തിൽ അവൻ പറഞ്ഞു, അച്ഛാ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ട്യൂബ് ഇടേണ്ട കാര്യമില്ല, എനിക്ക് മൂത്രം സുഖമായിട്ട് പോകുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല അച്ഛാന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞു. കൂടാതെ 2ാമത്തെ നിയോഗം എന്ന് പറഞ്ഞത് എനിക്ക് ഭവനം, ഒരു ചെറിയ ഭവനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, വഴിയില്ല, ഒരു പാടത്തിൻ്റെ നടക്കായിരുന്നു. അവിടെ എനിക്ക് 2018 വെള്ളം വന്ന് ആ വെള്ളം വാർക്കയുടെ മുകളിൽ അരക്ക് മേളിൽ വെള്ളമായിരുന്നു. എൻ്റെ വാർക്കയുടെ മുകളിൽ 3-5 ദിവസം വെള്ളത്തിൽ ആ പെര കിടന്ന് പെരയുടെ നടുവ് പൊട്ടി ചോർന്നൊലിച്ച് കിടന്നിരുന്നപ്പോൾ ഇപ്പോൾ ഈ 21 എനിക്ക് ലൈഫ് പദ്ധതിയിൽ എന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പെര പാസ്സായി. 3 മാസം കഴിഞ്ഞപ്പോൾ വിയോ എന്ന് പറഞ്ഞ് തൻ്റെ ലോൺ പാസ്സായി, തറ കെട്ടിക്കോ, തനിക്ക് കാശ് കയ്യിലുണ്ടെങ്കിൽ തറ കെട്ടിക്കോ, കാശ് ഞങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് കടവും വായ്പൊക്കെ മേടിച്ച് തമിഴന്മാരെ ഇന്ന് പലിശയ്ക്കൊക്കെ എടുത്ത് തറ കെട്ടി. 2ാമത് പിന്നെയും പെൻഡിങ്ങിലായി, എനിക്ക് പൈസ വന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, അമ്മേ എൻ്റെ ഭവനം പണിയാൻ പറ്റുന്നില്ല അമ്മേ,
അമ്മേ, അമ്മ അവിടുന്ന് എന്നെ സഹായിക്കണം അമ്മേ. ഞാൻ കുറേ നാളുകളായിട്ട് ഒരു ഭവനം സ്വപ്നം കാണണം അമ്മേ. നല്ല രീതിയിൽ എപ്പോൾ മലവെള്ളം വന്നാലും എൻ്റെ ഭവനത്തിൽ കയറി പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് അമ്മയോട് ഈ നിയോഗം വെച്ചതിൽ എനിക്ക് ഇന്ന് സുന്ദരമായിട്ടുള്ള പരിശുദ്ധമായ മാതാവ് എനിക്ക് തന്ന്. അമ്മേ നന്ദി, അമ്മേ സ്വത്രം. അമ്മേ തരൂല എന്ന് പറഞ്ഞ ലോൺ മുതൽ എൻ്റെ ഭവനത്തിന് എനിക്ക് ലോൺ കാശി ബാങ്കിന്ന് തന്ന് 4 ലക്ഷം രൂപ എനിക്ക് തരൂല എന്ന് പറഞ്ഞു. അവർ വന്ന് നോക്കി, വഴിയില്ല, 4 സെൻറ്റ് ഉള്ളു, തരൂല എന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടാമത് എന്നെ വിളിപ്പിച്ച് ആ ലോൺ എനിക്ക് തന്ന്. ആ ലോൺ കൂടാതെ പിന്നെ എനിക്ക് 2 ലക്ഷം രൂപയും തന്ന് എൻ്റെ ടൈലും ഒരിടാനുള്ള സന്ദർഭം അമ്മ തന്ന്. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കൾക്കും ഇതുപോലെ അനുഗ്രഹം കൊടുക്കണമേ പരിശുദ്ധ മാതാവേ, ദൈവമാതാവേ. മൂന്നാമത്തെ ഇത് എൻ്റെ ചേച്ചിയുടെ മകന് ഒരു പണിസ്ഥലത്ത് വെച്ചുണ്ടായ ഒരു അസുഖമാണ്. അവന് പ്രഷർ കൂടി ബ്ലോക്കിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. അവനങ്ങനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. പറയാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ആയി. ഒരു സൈഡ് ഇങ്ങനെ ഇതായി പോയി, കോടിപ്പോയി. അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ LFE കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് IC കയറ്റണം. IC കയറ്റി അതിന് 2 ദിവസം IC അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോനാണ്. ഇവിടെ നിന്ന് ഉടമ്പടിയിൽ അവൻ്റെ നിയോഗം ഉടമ്പടിയിൽ വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ തൈലവും ഉപ്പും കൊണ്ടുപോയി അവിടെ കൊടുത്ത് അവൻ്റെ മേലിലും ശരീരത്തിലും ഉപ്പിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയണ ആളെ കൊണ്ടുപോക്കോ, എല്ലാം നോർമലായി, ഒരു കുഴപ്പമില്ലാണ്ട് ഇന്ന് അവൻ സുന്ദരമായിട്ട് അവൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ പണികളെടുത്ത് നടക്കണം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. പരിശുദ്ധ അമ്മ മാതാവിനെ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീബ ആൻ്റണി, വീട് വൈറ്റില. എൻ്റെ പേര് ഷീബ ആൻ്റണി, വീട് വൈറ്റില. ഞാൻ 2022 എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് എന്ന് വെച്ചാൽ നിൽക്കാത്ത ബ്ലീഡിങ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്യണ സമയത്ത് എല്ലാ ദിവസവും ഞാൻ ഉച്ച സമയത്തൊക്കെ ഏത് സമയം വീട്ടിൽ വരും. എപ്പോഴും ഇത് തന്നെ. ഞാൻ വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം. എത്ര നാളെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ വെച്ചിട്ടിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് പേടിയാണ്, എന്തെങ്കിലും വല്ല ക്യാൻസറാണ്, എന്തെങ്കിലും ആകുമല്ല എന്ന് വിചാരിച്ച് എനിക്ക് പേടി. ഞാനോർത്ത് മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ. കാരണം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ 2 മക്കളാണ്. അപ്പോൾ വേറെ ആരുമില്ല, ഹസ്ബൻഡും ഉണ്ട്. ആരും നോക്കാനില്ലാത്ത ഒരു സംഭവം കൊണ്ട് ഞാൻ സ്കാൻ ചെയ്തില്ല. അങ്ങനെ ഇവിടെ വന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ബ്ലീഡിങ് ആണ് എനിക്ക് ഭയങ്കരമായിട്ടും. അപ്പം പറഞ്ഞ അച്ഛൻ പറഞ്ഞ് ഒരു തൈലം തന്നിട്ട് എന്നോട് പറഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് നീ ഗർഭപാത്രത്തിൽ പെരട്ടിയിട്ട് വാന്ന് പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി. അതിന് ശേഷം ഞാൻ ആദ്യം സ്കാൻ ചെയ്ത് ശേഷം 19 mm കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതായത് എൻഡോമെട്രിയം, അതായത് അത് ക്യാൻസർ ആകാൻ വളരെ ചാൻസ് കൂടുതലാണെന്നാണ് ഡോക്ടർ വിധി എഴുതിയത്. അതിന് ശേഷം ഞാൻ അച്ഛനെ എപ്പോഴും ഇടയ്ക്കൊക്കെ വന്ന് അച്ഛനെ കാണാറുണ്ട്. അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ ഇത് റിമൂവ് ചെയ്ത് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് 6 മാസം വരെയും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ എൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6 മാസം സ്കാൻ ചെയ്തതിന് ശേഷം 19 mm എന്ന കട്ടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് 3 mm കട്ടിയായിട്ട് മാറിയത്. അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. രണ്ടാമത്തെ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ മോൾ MBBS ചൈനയിൽ പഠിക്കുകയാണ്. 2019 ചൈനയിൽ പോയത്. 6 മാസമേ അവിടെ റിന്യൂവ് ചെയ്ത് പഠിക്കാൻ പറ്റിയുള്ളൂ. കൊറോണ വന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ പോന്നു. പക്ഷേ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ആധാരം ഒരുപാട് പ്രശ്നങ്ങളിൽ വിട്ടാണ് മോളെ MBBS അയച്ചത്. അവിടെ ഒരു ആഗ്രഹമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വിട്ടതാണ്. പക്ഷെ കൊറോണ വന്ന് എല്ലാം തകർത്ത്
ആകെ പ്രശ്നമായിരുന്നു. മോൾക്ക് മാനസികമായിട്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റൂല. റിലേറ്റീവ്സ് ചോദിക്കണ്, എന്താ നീ പഠിക്കാൻ പോണില്ലേ, പഠിത്തങ്ങളെല്ലാം നിർത്തിയാ, ഇനി വേറെ വല്ല എന്തെങ്കിലും വേറെ ജോലിക്ക് പോ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നീങ്ങിയായിരുന്നു. ഞാൻ അതിന് മുമ്പ് ഇവിടെ വന്ന് മോളും വന്ന് 90 ദിവസം ഉടമ്പടി എടുത്ത് NOC കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചത്. പക്ഷേ കഴിഞ്ഞ മാസം 3-ാം തീയതി NOC വന്ന്, 22-ാം തീയതി NOC കോളേജിൽ നിന്ന് വന്നു, 3-ാം തീയതി അവൾ തിരിച്ചു പോയി. ഇപ്പോൾ ക്ലാസ് തുടങ്ങി, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അമ്മ മാതാവിൻ്റെ ഇടപെടൽ മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനെ ഞാൻ നന്ദി പറയുന്നു.